ചിക്കമഗളൂരിൽ കാണാതായ 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം. 4 ദിവസം മുമ്പ് വിനോദയാത്രയ്ക്കിടെയാണ് ശ്രീനന്ദയെ കാണാതായത്. KV ബൈജു കൂടുതൽ വിവരം നൽകും. ബൈജു, 1500 അടി താഴ്ചയിൽ ആ മൃതദേഹം കണ്ടെത്തി. ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം എന്താണ്? എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നാണ് കരുതേണ്ടത്? എൽദോ, ഇതിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത്. കാരണം ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലം ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ തെരച്ചിൽ നടത്തിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇന്ന് ഈ ഒരു സ്ഥലത്ത് ഈ മൃതദേഹം ഇങ്ങനെ കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പ്രധാനമായും കുടുംബം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം അവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ കുടുംബവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർക്ക്. ഈ ഇത്തരത്തിൽ തിരിച്ച് വരും, അല്ലെങ്കിൽ മകളെ തിരിച്ചു കിട്ടും എന്നൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടിയാണ്, 12:30 ഇങ്ങനെ സംയുക്തമായ ഒരു തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസും വനം വകുപ്പും NDRA സംഘവും ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു സംയുക്ത പരിശോധനയായിരുന്നു ഇന്ന് നടന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിശോധനയിലാണ് ഈ ഒരു 1500ഓളം അടി താഴ്ചയിൽ മൃതദേഹം ഇത്തരത്തിൽ മരിച്ച നിലയിൽ ശ്രീനന്ദയെ കണ്ടെത്തുന്നത്. എന്നാലും ഇതിൽ വലിയ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം 40 പേരടങ്ങുന്ന സംഘം ചൊവ്വാഴ്ചയാണ് ഈ ഒരു സ്ഥലത്തെത്തുന്നത്. വൈകിട്ട് 5:20 ഇവരെല്ലാം ഒന്നിച്ച് ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റകം ശ്രീനന്ദയെ കാണാതാവുന്നു, അപ്രത്യക്ഷയാവുന്നു. ഇതായിരുന്നു. പിന്നീട് വലിയ തെരച്ചിൽ നടത്തുന്നു. പക്ഷേ ആ സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ശ്രീനന്ദയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിൽ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ പോലീസ് നായ മണം പിടിച്ചെത്തിയത് അവിടെയുള്ള ഒരു കടയുടെ മുന്നിലാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഈ കടയിലുള്ള ആളുകളെ കൃത്യമായി ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഇന്ന് അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലും ഒപ്പം പരിശോധനയും ശക്തമാക്കാനാണ് ഇന്നത്തെ തീരുമാനമുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ കുടുംബം ശക്തമായ ഈ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ പോലീസിന്റെ ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിലൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തീർച്ചയായും ഉണ്ടാകും. കുട്ടിയെ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും തടങ്കിൽ പാർപ്പിച്ച് അപായപ്പെടുത്തി ഈ മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കൊക്കയിലേക്ക് എറിഞ്ഞതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണിത്. കാരണം ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണിത്. പ്രത്യേകിച്ച് അവധിക്കാലമാണ്. ഈ സമയത്ത് കേരളത്തിൽ നിന്നുൾപ്പെടെ അത് മൂകാംബികയിലേക്കായാലും തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളും ഒക്കെ ഈ വിനോദസഞ്ചാര മേഖല കൂടി ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ടൂർ പാക്കേജുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരുപാട് മലയാളികൾ എത്തുന്ന സ്ഥലമാണ്. നല്ല കാലാവസ്ഥയാണ്. നമുക്ക് കേരളത്തിലൊക്കെ വലിയ ചൂടാണെങ്കിൽ ഇവിടെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. അങ്ങനെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം, വളരെ പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയാം. അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് ഇത്രത്തോളം സുരക്ഷിതമില്ല എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാലും ഇതിൽ ഒരു വ്യക്തത ഉണ്ടാകണം. ഇതിൽ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിനോടും ഇവർ ഇക്കാര്യത്തിൽ ഒരു ആവശ്യപ്പെടാൻ, കർണാടക സർക്കാരിനോട് കൃത്യമായി ആവശ്യപ്പെടാൻ പറയുന്നുണ്ട്. കർണാടക ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇന്ന് രാവിലെയാണ് ശക്തമായ ഒരു അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം പോലീസ് ഉന്നയിച്ചത്. അതിനുശേഷമാണ് പിന്നീട് വലിയ തോതിലുള്ള ഒരു അന്വേഷണം നടത്തിയെന്ന് പറയേണ്ടി വരും. ഏതായാലും മൃതദേഹം ഉച്ചയോടുകൂടി കണ്ടെത്തി. പക്ഷേ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും ഇല്ല. എൽദോ, ബൈജു, ഈ വ്യൂ പോയിന്റ് അല്ലേ, ആ വ്യൂ പോയിന്റിന്റെ അവിടെ അത്തരം ഒരു അപകട സാധ്യതയുണ്ട് എന്ന സാഹചര്യമുണ്ടോ? അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ ഒരു പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഈ പറയുന്ന പോലെ ആ ബന്ധുക്കളുടെ ദുരൂഹത ആരോപണത്തിൽ അതിൽ ഒരു കാര്യമായിട്ടുള്ള എന്തോ ഉണ്ടെന്നുള്ളൊരു സംശയം തന്നെ ജനിപ്പിക്കുന്നുണ്ടല്ലോ. ഈ ആ ഭാഗങ്ങളിൽ CCTVയോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങളോ ഉണ്ടോ? പതിവായി ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമല്ലേ. ഒപ്പം ഈ വെള്ളച്ചാട്ടത്തിന് താഴെയാണോ ഇപ്പോൾ ശ്രീനന്ദയെ കണ്ടെത്തിയത്? എന്തോ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇവർ പോകുന്നു. അതിനുശേഷം തിരിച്ച് വരുന്നതിനിടയിലാണ് ഈ കാർ പാർക്കിങ്ങിന് തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഫോട്ടോ എടുക്കുന്നു. 5:20 അത് കൃത്യം സമയം. അതിനുശേഷം 5:20, 5:05 പെൺകുട്ടിയെ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ പോലീസിന്റെ ഈ ഒരു സുരക്ഷ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിലും വലിയ ആരോപണമുണ്ട്. കാരണം 10 കിലോമീറ്റർ ദൂരത്താണ് ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. എന്തെങ്കിലും
എന്തെങ്കിലും ഇവിടെ ഒരു അപകടം സംഭവിച്ചാൽ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും സമയമെടുക്കും പോലീസ് ഒരു സഹായം ലഭിക്കാൻ എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഈ കാര്യത്തിലെല്ലാം ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയരുമ്പോഴും എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അബദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇത്രയും ആളുകൾ ഒരുമിച്ച് 40 പേരൊക്കെ നടക്കുന്ന ഒരു സംഘം ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഏതായാലും വരുന്നുണ്ട്. സാഹചര്യ തെളിവുകൾ നോക്കിയാൽ പല സംശയങ്ങളും ഇതിൽ ഉയരുന്നുണ്ട്. CCTV ക്യാമറകൾ എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ സമീപ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച എല്ലാ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴും ഇതിലൊന്നും ശ്രീനന്ദ ആ ഭാഗത്തേക്കൊന്നും പോകുന്നതായി കാണാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച്, അതായത് ഇവർ വാഹനം പാർക്ക് ചെയ്ത ആ സ്ഥലം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. അതിനപ്പുറം ഒരു ഭാഗത്തേക്ക് പോയതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ കട ഇവർ രാവിലെ ആരോപണം ഉന്നയിച്ചത് ഈ കടയിലേക്ക് ഈ ഷട്ടർ അടച്ചിട്ട് ഒരു കടയുണ്ട്, ആ കട അവിടെയാണ് പോലീസ് നായ മണം പിടിച്ചെത്തിയത്. അവിടെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചതിന് ശേഷം മറ്റു കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ കുട്ടിയെ കൊലപ്പെടുത്തി കൊക്കിൽ തള്ളിയതാകാമെന്ന ഒരു ആരോപണമാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും കുടുംബത്തിന്റെ ആരോപണത്തിൽ ഈ സംശയം, സാഹചര്യ തെളിവുകൾ നിരവധി ഇത്തരത്തിൽ സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരു വ്യക്തത വരുത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് രാവിലെ ഈ ഒരു വാർത്ത നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഈ വാർത്ത അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയത്. നമ്മൾ ഈ ഒരു യാത്രയിലായിരുന്നു. പാതി വഴി എത്തുമ്പോഴാണ് വളരെ സങ്കടകരമായ ശ്രീനന്ദ മരണപ്പെട്ടു എന്ന ഈ വാർത്ത, മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത അറിയുന്നത്. ഏതായാലും നമ്മൾ ഇപ്പോഴും ആ വഴിയിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് തന്നെ എത്താം. കൂടുതൽ ഇവരുടെ സംശയങ്ങളും ഈ ഒരു ആരോപണങ്ങളും ഉള്ള സ്ഥിതിക്ക് നമ്മൾ അവരെ കാണാൻ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ ബൈജു, ഒരു കാര്യം കൂടി മാത്രം ചോദിച്ചാൽ വിടാം. വേറൊന്നുമല്ല, ഈ കുടുംബം പറയുന്നു അവിടെ തെരച്ചിൽ നടത്തിയതാണ്, ഇപ്പോൾ പെട്ടെന്ന് അവിടെ മൃതദേഹം എത്തിയത് എങ്ങനെയെന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് പോലെയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കൊണ്ടുപോയി തള്ളുക എന്നുള്ളത് സാധ്യമാണ്. കാരണം അവിടെ ഈ ദിവസങ്ങളായി തെരച്ചിൽ നടക്കുകയാണ്, അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ മൃതദേഹം കൊണ്ടുവന്നിടുക എന്നുള്ളതൊക്കെ സാധ്യമാണോ? തീർച്ചയായും അതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ് എൽദോ. കാരണം വലിയ ഒരു ആൾക്കൂട്ടമൊന്നും അല്ലെങ്കിൽ അങ്ങനെ തീർത്ഥാടകരൊന്നും അല്ല സഞ്ചാരികളൊന്നും ഉണ്ടായ സമയമായിരുന്നില്ല ഇവരിവിടെ എത്തിയിരുന്നത്. അത് മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഇവിടെ പരിശോധനയോ അല്ലെങ്കിൽ ആളുകളോ ഒന്നുമില്ല. ഇവിടെ ഒരു വന മേഖല ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ വനംവകുപ്പിന്റെ കീഴിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങനെ ആൾക്കാരെ കടത്തിവിടുന്ന ഒരു സാഹചര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ കുടുംബം പറയുന്ന രീതിയിലാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും തന്നെ ഈ ശ്രീനന്ദയെ പാർപ്പിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ അതിനിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മരണ സമയം അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. അത് ഒരു 6 മണിയോടുകൂടി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത്തരം സംശയങ്ങൾ ഏതായാലും മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഗുരുതരമായ ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം ആ ഭാഗത്തും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ ഇതിലൊരു കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എൽദോ. എന്തായാലും സംശയങ്ങൾ നിരവധിയായി ഉയർത്തുന്നുണ്ട് ആ കുടുംബം. മൃതദേഹം കണ്ടെത്തിയ സാഹചര്യം, അവിടെ പരിശോധന മുൻപ് നടന്നു എന്നൊക്കെ ആ കുടുംബം പറയുന്നു. പെട്ടെന്ന് എങ്ങനെ അവിടെ എത്തി എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. മാത്രമല്ല 5:20 ഒരു ഫോട്ടോ എടുത്തു, പിന്നീട് 5:35 എടുത്ത ഫോട്ടോയിൽ ശ്രീനന്ദയില്ല. ഈ 15 മിനിറ്റിനുള്ളിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അറിയേണ്ടതും. എന്തായാലും വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. അന്വേഷണത്തിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു. എന്താണെങ്കിലും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു അങ്ങോട്ടുള്ള യാത്രയിലാണ്. കൂടുതൽ ദൃശ്യങ്ങളും കൂടുതൽ പ്രതികരണങ്ങളും നമുക്ക് തേടുകയും ചെയ്യാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.